മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, ഇടുക്കി, എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. മറ്റു ജില്ലകളിൽ മഞ്ഞ അലർട്ടാണ്. സനിസ ശോഭ ചന്ദ്രനുണ്ട് വിവരങ്ങൾ നൽകാനായി. സനിസ, 4 ജില്ലകളിലാണ് ഇപ്പോൾ അലർട്ട് ഉള്ളത്. അത് തെക്കൻ മേഖലകളിൽ മഴയ്ക്ക് ശമനമുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. ആ 4 ജില്ലകളിൽ തെക്കൻ ജില്ലകളുടെ പേരുമില്ല. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റ്സ്? അജി, വരും ദിവസങ്ങളിലും മഴ കനത്ത് തന്നെ പെയ്യാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോൾ ന്യൂനമർദ്ദവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ തൊട്ടു മുൻപ് വന്നിട്ടുണ്ട്. തെക്ക് കിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദം 24 മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അറബിക്കടലിൽ ഉയർന്ന ലെവലിൽ കേരള തീരത്തിന് സമീപം ഒരു ചക്രവാത ചുഴി കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദ സാധ്യതയാണ് നിലവിലുള്ളത്. ഈ ബംഗാൾ ഉൾക്കടലിന് മുകളിലായിട്ട് ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് 24 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കും. അടുത്ത 48 മണിക്കൂറിൽ തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കുമെന്ന മുന്നറിയിപ്പാണ് ലഭിക്കുന്നത്. ഇന്നും 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് നിലനിൽക്കുന്ന സാഹചര്യമാണ്. എറണാകുളം, ഇടുക്കി ജില്ലകൾക്ക് പുറമെ കോഴിക്കോട്, മലപ്പുറം ജില്ലകൾക്ക് കൂടി ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി ജില്ലകൾക്കൊക്കെ യെല്ലോ അലർട്ടാണ്. വരുന്ന ദിവസവും വിവിധ ജില്ലകളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ മഴ കനക്കുന്ന ഒരു സാഹചര്യത്തിൽ മഴയോടൊപ്പം തന്നെ 50 കിലോമീറ്റർ വേഗതയിൽ വരെ ശക്തമായ കാറ്റിനുമുള്ള സാധ്യതാ പ്രവചനം കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നടത്തിയിട്ടുണ്ട്. ഈ മിന്നൽ സാധ്യതാ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ മഴയും കാറ്റും മിന്നലും ഒക്കെ ഉള്ള ഒരു സാഹചര്യമാണ്. എല്ലാവരും അതീവ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പാണ്. ഇരട്ട ന്യൂനമർദ്ദം ഉണ്ടാവാനുള്ള സാധ്യത കണക്കിലെടുത്ത് വെള്ളപ്പൊക്കത്തിനും അതുപോലെ തന്നെ മലവെള്ളപ്പാച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെയുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പാലിക്കണം. മലയോര മേഖലയിലുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകുന്നത്. കഴിവതും മഴ കനക്കുന്ന സാഹചര്യത്തിൽ രാത്രി യാത്രകൾ ഒഴിവാക്കണം. സുരക്ഷിത കേന്ദ്രങ്ങളിൽ തന്നെ തുടരാനുള്ള നിർദ്ദേശമാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഡാമുകളിലും നദികളിലും ജലനിരപ്പ് ഉയരാനുള്ള സാഹചര്യമുണ്ട്. അത്തരത്തിൽ അതിന്റെ തീരത്ത് താമസിക്കുന്നവരും ജാഗ്രത പാലിക്കണം. കൂടാതെ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിൽ താഴ്ന്ന പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണം. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്നത്.